എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 2 ദിവസത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, വെള്ളിയാഴ്ചത്തെയും ശനിയാഴ്ചത്തെയും. അപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഡിയോ ശനിയാഴ്ച രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് കരുതിയതാണ്, പക്ഷേ ഫോണിൽ ചാർജില്ലായിരുന്നു. നമുക്കിവിടെ രാവിലെ കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് അത് ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ശനിയാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ചയൊക്കെ രാവിലെ നല്ല മഴയായിരുന്നു. അപ്പോൾ കാശിക്കുട്ടന് സ്കൂളിൽ പോകണം, അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഇന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇഡ്ഡലി കുട്ടത്തിലാണ് പുട്ടുണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു, അത് കുറച്ച് വറുക്കാനും, പിന്നെ 2-3 ദിവസം മുന്നേ കുറച്ച് ഉണക്കമീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മത്തിയും ഉണ്ട്, പിന്നെ ഉണക്ക കൊഞ്ചും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കൊഞ്ച് ചമ്മന്തി അരയ്ക്കാമെന്ന് കരുതി. ഇന്നിപ്പോൾ തോരൻ വെക്കാൻ വേണ്ടിയും ബീട്രൂട്ടാണ് കേട്ടോ അരിഞ്ഞു വെച്ചേക്കുന്നത്. രാവിലെ തന്നെ തോരനുള്ള തേങ്ങയൊക്കെ ഞാൻ തിരുവി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ബീട്രൂട്ടൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തോരനൊക്കെ ആക്കിയതിന് ശേഷം 2-3 മുട്ടയൊക്കെ പൊരിച്ചെടുത്ത് ചമ്മന്തി അരച്ചിട്ട് മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി മുട്ടയും കുറച്ച് ചമ്മന്തിയും തോരനും എല്ലാം അടച്ച് പാത്രത്തിലാക്കി, പിന്നെ അവൻ്റെ വെള്ളവും എല്ലാം എടുത്തു വെച്ച് പപ്പടമൊക്കെ പൊരിച്ച് വെച്ച് അവൻ പിന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് കുളിക്കാനൊക്കെ പോയപ്പോഴത്തേക്കും രാവിലത്തെ എല്ലാ ജോലികളും വേവിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകാൻ വേണ്ടി നിരത്തി വാരി ഇട്ടേക്കുമായിരുന്നു കേട്ടോ. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി അപ്പോഴത്തേനും കാശിക്കുട്ടൻ സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് വന്ന്. പിള്ളേരെല്ലാം മഴയൊക്കെ ആയതുകൊണ്ട് തണുപ്പടിച്ച് കിടന്നുറങ്ങുവാണേ. പിന്നെ ഞാൻ അടുക്കളയെല്ലാം വൃത്തിയാക്കി. അപ്പോഴും അരി വെന്തിട്ടില്ല, അരി അടുപ്പത്തിടുന്ന് വേവുന്നേ ഉള്ളൂ. കറിയെല്ലാം നേരത്തെ അങ്ങ് ആക്കി. അപ്പോൾ കാശിക്കുട്ടൻ സ്കൂളിൽ പോകാൻ ഇറങ്ങിയപ്പം അവനെ അങ്ങ് വഴിയിലോട്ടൊന്ന് ആക്കിയതാണ്. പുറകിലത്തെ ഗേറ്റ് തുറന്ന് ആ റോഡ് വഴിയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ കാശിക്കുട്ടൻ സ്കൂളിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവൻ പോയതിന് ശേഷം ഞാനാണെങ്കിൽ വെള്ളം പിടിച്ച് വയ്ക്കുന്ന നമ്മുടെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലും നമുക്ക് ടാങ്കുണ്ട്. ടാങ്കിനകത്ത് നമ്മൾ വെള്ളം ലൈനിൽ വരുമ്പം അതിനകത്ത് അടിച്ചിടുകയാണ് ചെയ്യുന്നത് ഓസ് വെച്ച്. അപ്പോൾ ടാങ്കിനകത്തുള്ള വെള്ളം നമ്മൾ എപ്പോഴും അങ്ങ് എടുക്കത്തില്ല, വെള്ളം തീരുമ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കുറച്ച് അകത്തേക്ക് ആ വെള്ളം ഒന്ന് പിടിച്ച് വെക്കണം. പിന്നെ മോനെ വിട്ട് കഴിഞ്ഞ് ഗേറ്റൊക്കെ അടച്ചിട്ട് കയറി വന്നപ്പം നമ്മുടെ പുറകിലത്തെ മതിലിൻ്റെ ഒരറ്റത്തെ ഒരു മതിലെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇത്രയും മഴ പെയ്തപ്പോഴത്തേന് അത് വെള്ളമെല്ലാം കൂടെ നനഞ്ഞ് കുതിർന്ന് വീഴുമെന്ന് കരുതി ഞാനൊരു ടാർപ്പ് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കാറ്റൊക്കെ അടിച്ചപ്പോഴത്തേക്കും ടാർപ്പയൊക്കെ കാറ്റെടുത്ത് പൊക്കി അത് ഇങ്ങനെ നീങ്ങിക്കിടന്നത്. പിന്നെ ഞാൻ കയറി അതെല്ലാം ഒന്ന് നേരെ എടുത്തിട്ട് ആ ടാർപ്പ് എടുത്തിട്ടുകൊണ്ട് ഇത്രയും ദിവസം മതിലവിടെ പിടിച്ച് നിന്ന്, അല്ലായിരുന്നെങ്കിൽ അത് കുതിർന്ന് വീഴാറായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ പ്ലാവ് നിൽപ്പുണ്ട്. അപ്പോൾ ഇനി അത് മുറിക്കുന്നത് തന്നെ വലിയ റിസ്ക്കാണ്, നേരെ വീഴുന്നത് ലൈനിൽ തന്നെ. അപ്പോൾ അത് മുറിക്കുമ്പം അതിലും പോവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തായാലും ഇനി ഉണക്കൊക്കെ കാണുമ്പോൾ അത് മുറിക്കണം എന്നും പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് നേരെ ഇട്ട് കയറി വന്നിട്ട് ഞാൻ രാവിലെ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു. പുട്ടും പപ്പടവും പിന്നെ പൊരിച്ച് വെച്ചേക്കുന്നതിന് കുറച്ച് മുട്ടയും കൂടെ എടുത്ത് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ വെള്ളമൊക്കെ എടുത്ത് അകത്ത് വെക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ടാങ്കിലിരിക്കുന്ന വെള്ളത്തിലെ കുറേ ദിവസം, ഇപ്പോൾ ഒരാഴ്ചയോളം ആയിട്ടുണ്ടാവും, ഒരാഴ്ചയല്ല 1-2 ആഴ്ചയ്ക്ക് അടുത്തായി ടാങ്കിൽ വെള്ളം പിടിച്ച് വെച്ചിട്ട്. അപ്പോൾ ആ വെള്ളത്തിൽ ഇപ്പം ബ്ലീച്ചിങ് പൗഡറിൻ്റെ സ്മെല്ലൊക്കെ നല്ലോണം പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഞാൻ അകത്തേക്ക് വെള്ളം എടുക്കുന്നത്. അപ്പോൾ അകത്തെടുത്ത് വെച്ചേക്കുന്ന വലിയ ബക്കറ്റിലെ വെള്ളം തീർന്നപ്പം ടാങ്കിൽ നിന്ന് വെള്ളം കുറേശ്ശെയായിട്ട് വലിയ ബക്കറ്റിലോട്ട് കോരിക്കൊണ്ടുവന്ന് നിറയ്ക്കുകയാണ് കേട്ടോ. നമുക്ക് ഇടയ്ക്കൊക്കെ പൈപ്പിൻ്റെ പണി വല്ലതും വരുമ്പോഴത്തേന് വെള്ളം ഇല്ലാതാവും. ഒരാഴ്ച 1-1.5 ആഴ്ചയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും വെള്ളത്തിന്. ഞാനതുകൊണ്ട് തന്നെ കൊച്ചു പാത്രങ്ങളിലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലെല്ലാം വെള്ളം പിടിച്ചങ്ങ് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. വേറെ എങ്ങും വെള്ളത്തിന് പോകത്തില്ല. പഞ്ചായത്ത് കിണറ്റിൽ ഞാൻ വെള്ളം കോരാൻ പോകാറില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള ഞാൻ നേരത്തെ അങ്ങ് ശേഖരിച്ച് വയ്ക്കുകയും ചെയ്യുന്നു. അല്ലാതെ അലൂമിനിയം പാത്രത്തിലൊക്കെ പിടിച്ച് വയ്ക്കുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഒരുമാതിരി ഇങ്ങനെ പൊരിഞ്ഞിളവി വരും. അപ്പോൾ ആ വെള്ളം ഉപയോഗിക്കാനും കൊള്ളത്തില്ല, പിന്നെ പാത്രവും ചീത്തയായിപ്പോവും. അതുകൊണ്ട് പ്ലാസ്റ്റിക് പാത്രങ്ങളിലാണ് കൂടുതലും വെള്ളം പിടിച്ച് വയ്ക്കുന്നത്. 2-3 ബക്കറ്റിലും പിന്നെ ചെറിയ ചെറിയ പാത്രങ്ങളിലും എല്ലാം അടപ്പുള്ള പാട്ടകളിലും എല്ലാം ഞാൻ വെള്ളം പിടിച്ചങ്ങ് അടച്ച് വയ്ക്കും. അതുകൊണ്ട് നമുക്ക് ലൈനിൽ വെള്ളം വരാതിരിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല കേട്ടോ. പിന്നെ അതെല്ലാം വെള്ളമെല്ലാം കൊണ്ടുവച്ച് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഞാൻ പോയി കിടന്ന്. അപ്പോഴത്തേനും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയി കിടന്നത്. അവന്മാർക്കുള്ള ചോറും എല്ലാം കൊടുത്ത് ഞാനും ചോറും ഒക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് പോയി ഇത്തിരി നേരം കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുരങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർ ഭയങ്കര ബഹളമായിരുന്നു. അത് വീട്ടിൻ്റെ മണ്ടയിൽ നിന്നെടുത്ത് അപ്പുറത്തോട്ടൊക്കെ ചാടി. അങ്ങനെ പിള്ളേർ
ഭയങ്കര ബഹളമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ശനിയാഴ്ചയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ രാവിലെ അന്ന് കാശിക്കുട്ടന് സ്കൂളിൽ പോകണ്ട, രാവിലെ എണീച്ച് ഞാൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. ചായയുടെ കൂടെ കടയിൽ നിന്ന് മേടിച്ച എന്തോ ഒരു പൊരി പോലത്തെ ഒരിത് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് കുറച്ച് ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അത് അവന്മാർക്ക് കൊടുത്തു. അപ്പോൾ എണീറ്റപ്പോൾ തന്നെ 7:30 കഴിഞ്ഞ് കേട്ടോ. നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ കാശിക്കുട്ടന് സ്കൂളിൽ പോകണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ കിടന്ന് എണീറ്റ ഉടനെ അങ്ങ് കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ച് വെച്ചിട്ട് ചായ ഇട്ട്. അങ്ങനെ ചായയെല്ലാം കുടിച്ചതിന് ശേഷം വീണ്ടും അടുക്കളയിലോട്ട് വന്നു. ഞാൻ രാവിലെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് തിളച്ച് വരാറായി. പിന്നെ ഇന്ന് കറി വെക്കാൻ കുറച്ച് അവർക്ക് മേടിച്ച് വെച്ചേക്കുന്നതിന് കുറച്ച് ചിക്കൻ എടുക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് നേരം മോളുടെ അടുത്തോട്ട് വന്ന്. അവൾ ഭയങ്കര തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഉറക്കമാണ്, അല്ലെങ്കിൽ തന്നെ എപ്പോഴും ഉറക്കവും ആണ്. അങ്ങനെ അവൾ അവിടെ വന്ന് കട്ടിലിൽ വന്ന് കിടക്കുന്നു. ഭയങ്കര തണുപ്പടിച്ച് കഴിഞ്ഞാൽ ഒട്ടും വെളിയിൽ ഇറങ്ങത്തില്ല, എവിടെയെങ്കിലും മൂലയിൽ പോയി കിടന്നങ്ങ് ഉറങ്ങും. അങ്ങനെ അവൾ അവിടെ കിടന്നപ്പോഴത്തേനും അവൾക്കുള്ള അടുത്തോട്ട് ഇത്തിരി നേരം വന്നതാണ് കേട്ടോ. പിന്നെ ഇന്നിപ്പം പുളിശ്ശേരി വെക്കാൻ വേണ്ടി തൈരൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാന്താരി വെച്ചാൻ വേണ്ടി പോകണം കേട്ടോ. മുകളിലോട്ടൊക്കെ ഞാൻ കുറച്ച് കാന്താരിയും ഉണ്ടമുളകും അങ്ങനെ കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന പച്ചക്കറിയുടെ എല്ലാമൊക്കെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കാന്താരി പിച്ചാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേന് ഞാനൊരു വലിയ മൂട് കാന്താരി പുഴുതുകൊണ്ടാണ് കേട്ടോ വന്നത്. അവിടെ ഞാൻ വലിയ 2 കാന്താരി നട്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം അവിടെ നിർത്തിയിട്ട് ഒരു മൂടും കൊണ്ടാണ് വന്നത്. അപ്പോൾ അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല പോലെ കിളിച്ചിട്ടുണ്ട്, അതിലൊത്തിരി കാന്താരിയുണ്ട്. അങ്ങനെ ഞാൻ അവിടെ പോയി കുറച്ച് കാന്താരിയും വെച്ചിക്കൊണ്ട് വന്ന് പിന്നെ അവന്മാർക്ക് വേവിക്കാൻ വേണ്ടി കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ച്. പിന്നെ നമുക്കൊന്ന് കറിയല്ല ഒരു റോസ്റ്റ് പോലെയൊക്കെ വെക്കാൻ വേണ്ടി കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവരുടെ ചിക്കനും കഴുകി മാറ്റി വെച്ച് അവർക്ക് 2 കാലും എടുത്ത് പിന്നെ 2-3 കഷ്ണമൊക്കെ എടുത്തിട്ട് പിന്നെ ആ കാലിനിവിടെ എല്ലാവരും കൂടെ അടിയാണ് കേട്ടോ. അപ്പം ബ്ലാക്കിക്കാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ എല്ലും കാലും ഒക്കെ ഇഷ്ടം. അപ്പോൾ അവൾക്ക് ഒരെണ്ണം കൊടുത്ത് മറ്റവർക്ക് 2 പേർക്കും അതിങ്ങനെ വീതിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇഞ്ചി ഇവിടെ എനിക്ക് കിളിച്ച് വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ ഞാൻ ഇഞ്ചി എടുത്തില്ല. പിന്നെ കുറച്ച് അധികം ഞാൻ കിഴങ്ങും എടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും തക്കാളിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുളിശ്ശേരി വെക്കാനുള്ള അരപ്പെല്ലാം ഞാൻ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കടുക് വറുക്കാനുള്ള ഉള്ളിയും കറിവേപ്പില എല്ലാം അതൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഞാൻ അരച്ച് വെച്ചേക്കുന്ന അരപ്പൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒഴിച്ച് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പുളിശ്ശേരി വെക്കാൻ വേണ്ടി. ഇന്നത്തെ പുളിശ്ശേരിയിൽ ഞാൻ തൈര് ഇച്ചിരി അധികം ഇട്ടതുകൊണ്ട് തന്നെ ഇച്ചിരി പുളിപ്പ് കൂടുതലായിരുന്നു. പിന്നെ അതൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം ചിക്കൻ കറി വയ്ക്കാൻ ഒരുങ്ങിയത് കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കനേക്കാളേറെ അതിനകത്ത് കിഴങ്ങാണ്, കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ള. അവർക്കൊരു 3 ദിവസത്തേക്ക് വേണ്ടിയാണ് 2-2.5 കിലോ ചിക്കൻ മേടിക്കുന്നത്. അപ്പോൾ കുറേശ്ശെ കൊടുക്കും, എന്നാലും ചിക്കൻ മാത്രം കഴിച്ചിട്ട് ചോറ് അവിടെ വെക്കുകയാണ് മിക്കപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നിന്ന് ഇപ്പം നമുക്കിപ്പോൾ അങ്ങനെ മീനൊന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കൻ എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പുളിശ്ശേരിയൊക്കെ വെച്ചിട്ട് വന്നപ്പോഴത്തേക്കും കാശിക്കുട്ടൻ പോയി മോളുടെ അവൾക്കൊരു ഉടുപ്പൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് അവളുടെ വീഡിയോയൊക്കെ എടുത്ത് കേട്ടാ. അപ്പോഴത്തേക്കും ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് പുരട്ടി കുറച്ച് നേരം വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ബാക്കിയെല്ലാം വഴറ്റി കറി വെക്കുന്നത്. അപ്പോൾ ഞാൻ കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടെ ഒന്നിച്ചിട്ടാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാനിവിടെ അടുത്ത് മില്ലിൽ നിന്നായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അവിടുന്ന് അവരും മില്ലിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ നല്ല മുളക് പൊടിയായിരുന്നു കേട്ടോ, നല്ല എരിവെന്നല്ല നല്ല കളറും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മുളക് പൊടിയെല്ലാം എടുത്ത് ആ ചിക്കനൊക്കെ ഒന്ന് പുരട്ടി വെച്ചതിന് ശേഷം പിന്നെ പുളിശ്ശേരിയൊക്കെ ഇറക്കി വെച്ചിട്ട് ഞാൻ ചിക്കൻ അതൊന്ന് കറി വെക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ സ്വർണ്ണത്തേക്കാൾ വില ഇങ്ങനെ കൂടി വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തത്. മറ്റേത് തോനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണ് ഓരോന്ന് വെക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഇത്തിരി അരിഞ്ഞ് വെച്ച് ചതച്ചെടുക്കുകയാണ് ചെയ്തത്. വെളുത്തുള്ളിയും കൊച്ചുള്ളിയും മുളകും എല്ലാം കൂടെ ഞാൻ ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്.
അതൊക്കെ ഒന്ന് ചതച്ചതിട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ എല്ലാം വീഡിയോ എടുക്കുന്നത് കാശിക്കുട്ടനാണേ. അപ്പോൾ ഒന്ന് ഫോണിൽ എങ്ങനെയൊക്കെയോ നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ എവിടെ നിന്നൊക്കെ പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അവൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ എപ്പോഴും വെട്ടലും ഇങ്ങനെ കൈ വിറയലും ഒക്കെ ആയിരിക്കും. ഇടയ്ക്കൊന്നും കാശിയും വീഡിയോ എടുത്താൽ ശരിയാവത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് എന്താ ഞാൻ പഠിച്ച് എന്നൊക്കെ പറഞ്ഞ് അവൻ തന്നെ വീഡിയോ എടുക്കാൻ വന്നു നല്ലപോലെ വീഡിയോ എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേനും ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന കിഴങ്ങും ഇട്ടൊന്ന് വഴറ്റി പിന്നെ തക്കാളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റുകയാണ് കേട്ടോ. അപ്പോൾ അടുപ്പിൽ ചിരട്ട ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തീയേറി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അയ്യത്തുനിന്ന് പറയിക്കൊണ്ട് വെച്ചിരുന്ന വിറവെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. നമുക്കിനി മഴയായതുകൊണ്ട് തന്നെ വിറവിറക്കാൻ വലിയ പാടായിരിക്കും. ഇനി മഴ തോന്നി നിന്നിട്ട് വേണം നമുക്ക് വിറവ് മേടിക്കാൻ. ആദ്യം വന്ന സമയത്ത് കുറച്ച് മേടിച്ചതിരിപ്പുണ്ട്, അതുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയൊക്കെ ചിരട്ടയൊക്കെ ഇട്ടങ്ങ് തീയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഉള്ളി തക്കാളിയും കിഴങ്ങും എല്ലാം ഒന്ന് നല്ലോണം വഴണ്ട് വന്നപ്പോഴത്തേക്കും മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുന്ന ചിക്കനിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ഞാനൊന്ന് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അത് ആ ചിക്കൻ പുരട്ടി വെച്ചിരുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് തന്നെയാണ് ഉപ്പിടുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് അത് അതിനകത്ത് ഒഴിച്ച് ഒന്ന് ഇളക്കി വെച്ച് വേവിക്കുകയും. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും എല്ലാം ഒഴിച്ച് അത് വീണ്ടും ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കുകയാണേ. പിന്നെ അത് ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും അതൊന്ന് തുറന്ന് കുറച്ച് കറി മസാല അതിനിടുന്നുണ്ട് കേട്ടോ. കറി മസാല നല്ലതുപോലെ പൊടിഞ്ഞിട്ടില്ലായിരുന്നു. കുറച്ചൊക്കെ അവിടെ ഇവിടെയും ചതഞ്ഞും പിന്നെ പൊടിഞ്ഞുമൊക്കെ അങ്ങനെ ഒരു രീതിയിലിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഇവിടെ മൂപ്പിച്ചിട്ട് അതൊന്ന് പൊടിച്ചെടുത്തതാണ്, പക്ഷെ നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല. പിന്നെ അതെല്ലാം ഒന്ന് അടച്ചു വെച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്ത് വരുമ്പം ഈ കിഴങ്ങെല്ലാം നല്ലോണം വെന്ത് അതങ്ങ് ഉടഞ്ഞിട്ട് അതാണ് കേട്ടോ അതിൻ്റെ ഗ്രേവി ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ ചോറെല്ലാം ഉണ്ടതിന് ശേഷം ഞാൻ കുറച്ച് ഇഞ്ചി ഞാൻ ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 മൂടേ ഉള്ളൂ, എന്നാലും അതൊന്നെടുത്ത് തറയിൽ നടാമെന്ന് കരുതി. അങ്ങനെ ഞാൻ അവിടെ എല്ലാം ഒന്ന് കിളച്ചിട്ട് ഇഞ്ചി ആ 4 മൂടും എടുത്ത് നടുകയാണ്. അപ്പോൾ ആ ഗ്രോ ബാഗിൽ തന്നെ കുറച്ച് മുളവിൻ്റെ തൈ ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് നടാമെന്ന് കരുതി. അങ്ങനെ അതെല്ലാം ഞാൻ ആ ഇഞ്ചി നട്ടിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ മുളകും നട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ.